ഹലോ ഗായ്സ്, അപ്പം നമുക്കിന്നൊരു സൺഡേ വ്ളോഗ് ആയാലോ. അപ്പം ഇന്നത്തെ ഞായറാഴ്ച ദിവസം ആദ്യമേ എല്ലാവർക്കും സ്കൂളില്ലാത്ത കാരണം, നഴ്സറി ഇല്ലാത്ത കാരണം അവരൊക്കെ ഉറക്കത്തിലായിരുന്നു. ഞാൻ വേഗം ചായയൊക്കെ കുടിച്ച് റെഡിയായി നേരെ ക്ലാസ്സിലോട്ടാണ് വന്നത്. എനിക്കെല്ലാവരും ഞായറാഴ്ച ക്ലാസ് ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ക്ലാസ് കഴിഞ്ഞാണ് വന്നത്. പഠിക്കേണ്ട സമയത്ത് പഠിച്ചാൽ മതിയായിരുന്നു, വെറുതെ ഒരു കാര്യമില്ലാണ്ട് പ്രേമിച്ച് നടന്നുകൊണ്ട് ഇപ്പം എന്തായി. ഇപ്പോഴും പഠിക്കാൻ പോകേണ്ട അവസ്ഥ വന്നത്. പഠിക്കാനും പോകണം, ജോലിക്കും പോകണം, കുട്ടികളെ നോക്കണം. അയ്യോ എളുപ്പമല്ല. അന്ന് ആ ചിന്ത ഉണ്ടായിരുന്നില്ല. എന്നാൽ കല്യാണം കഴിഞ്ഞാൽ പഠിക്കുക എവിടെ. അപ്പം ഞാൻ പ്രസവിക്കാനും പോയി. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഇനിയിപ്പോൾ പഠിക്കുന്നത് പഠിക്കാൻ തന്നെ. അങ്ങനെ ഇപ്പോൾ ക്ലാസ്സിൽ വന്ന് എന്നിട്ട് എക്സാം നടക്കണ്ട കേട്ടോ. അപ്പോൾ നല്ല മഴ ഉണ്ട്. അപ്പം മഴയത്ത് നല്ല ചൂടുള്ള കട്ടൻ ചായ, നല്ല കടുപ്പുള്ള കട്ടൻ ചായ. അപ്പോൾ എക്സാം നടക്കുന്ന ടീച്ചേഴ്സിനുള്ള ചായ അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇൻ്റർവ്യൂലായപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് നടന്നിട്ട് വരുമ്പോൾ അവിടെ നല്ല ചായ കണ്ടു കേട്ടോ. വെറുതെ ചോദിച്ചതാണ്. അപ്പോൾ ടീച്ചർ അതുകൊണ്ട് വന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് നല്ല ചൂടുള്ള കട്ടൻ ചായ കുടിച്ച് കുറച്ച് വർത്താനം പറഞ്ഞിട്ട് നേരെ പോന്നു. ഞങ്ങൾ പോരുമ്പോഴത്തേക്കും ക്ലാസ് തുടങ്ങി കേട്ടോ. എന്നിട്ട് പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ ഇത് ഞായറാഴ്ച ഫുഡ് അടിപൊളിയാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. കാരണം തന്നെ ഓരോ വീട്ടിലെ ചോറ്, ഓരോ വീട്ടിലെ കറികൾ, ഓരോ വീട്ടിലെല്ലാം വേറെ ഓരോ വീട്ടിൽ ഓരോ ടേസ്റ്റ് ആണല്ലോ. ഇന്നാണെങ്കിലോ മന്തി, ഒരു ടീം മന്തി കൊടുന്നു, ഒരു ഫ്രണ്ട് മന്തി കൊടുന്നു. ഒരാൾ നെയ്ച്ചോറ്, ഒരാൾ ബിരിയാണി, വെറും ചോറ്, കുറേ തരം കറികളാട്ടോ. എനിക്കിപ്പോൾ എന്താണ് ഇപ്പോഴത്തെ ഉച്ചക്കത്തെ ചോറ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഓഫീസിലായാലും എല്ലാവരും കുറേ പേര് ഒരുമിച്ച് നിന്ന് കഴിക്കേണ്ടതാണല്ലോ. ഇപ്പോൾ ഒരുപാട് പേര് കൂടി കഴിക്കുമ്പോൾ അതൊരു വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു 4 മണിക്ക് വീട്ടിലോട്ട് പോവുകയാണ്. രണ്ടാളും ഭയങ്കര വർത്താനത്തിലല്ലോ. എന്താ സംസാരം? വട്ടപൂജ ചോറ് തിന്നാ ചർച്ച പ്രശ്നമൊക്കെ പൊട്ടിച്ചില്ലേ? ട്രൗസറല്ലോ അവിടെ കിടക്കണ്. ഈ പോയില്ല ഉമ്മമാനായിട്ട് പോവാണെന്നിട്ട് പോണില്ലേ? സ്കൂളൊക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ വിട്ടു ഓയ്. ഓസിലാക്ക് കൊടുക്കട മിച്ചര്. അങ്ങനെ നമ്മളിതേ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട് ഇല്ല. അപ്പോ എന്താ പറയാണ്ടി വന്ന് അപ്പോ ക്ലാസ് കഴിഞ്ഞു 4 മണിക്ക് 4:30 ആകുമ്പോഴത്തേനും ഞാൻ വീട്ടിലെത്തി. 5 മണിയൊക്കെ ആകുമ്പോഴത്തേനും വീട്ടിലെത്തിയിട്ടുണ്ട്. മറ്റേത് 5 മണിക്കാണ് ഓഫീസിൽ നിന്ന് ഇറങ്ങുക. അപ്പോൾ എത്തുമ്പോഴത്തേനും ഒരു 6-6:30 ആവും. പിന്നെ വേറെ കുറെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് ഒന്നിനും നേരം ഉണ്ടാവില്ല. അപ്പൊ ഇന്ന് അടിപൊളി പണികളാണ് കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ റൂമിലത്തെ കുറച്ച് പണികളൊക്കെ ഒന്ന് കണ്ടു വന്നാലോ. അങ്ങനത്തെ ഗൈസ് നമ്മുടെ പണികളോട് സ്റ്റാർട്ട് ചെയ്ത് ഗൈസ്. ഇത് ഒരു ഭാഗം ഒതുക്കി കഴിഞ്ഞിട്ടോ. ഇനി പണിയില്ല. ആദ്യം പോയി പഠിച്ചോ. ഇനി ഇത് എല്ലായിടത്താണ് കേട്ടോ. ഇനി എല്ലായിടത്തും മൊത്തം ഒന്ന് ഒതുക്കാനുണ്ട്. കാരണം ഫുൾ കണ്ട പാപ്രാസ് കുത്തി നടച്ചിട്ടാണ് ഇരിക്കണത്. ഞാൻ മറ്റേത് ഓഫീസിൽ പോകുമ്പോൾ എന്താ പറയുക, രാവിലെ എണീക്കും, ഡ്രസ്സ് എടുക്കും, വലിച്ചെടുക്കും, അതൊക്കെ ആകുമ്പോൾ തിരുമ്പിയത് ഞങ്ങൾ മടക്കേക്കൂല, അങ്ങനെ നേരം കയറ്റി വെക്കും, എന്നിട്ടാണ് പോകും. ഇതായിരുന്നു ഡ്യൂട്ടി. അപ്പം ഞാൻ എന്തായാലും വിചാരിച്ചാൽ ഒഴിവുള്ളപ്പോൾ എന്തായാലും വൃത്തിയാക്കണം എന്നുള്ളത്. അപ്പം ഇപ്പം ഇതേ ഓരോ ഭാഗത്തേക്ക് ഒരു സെക്ഷനായിട്ട് അടിയിൽ ഫുൾ സാരി, അതിൻ്റെ മേലെ ഉടുപ്പ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ, പിന്നെ അതിൻ്റെ മേലെ ചുരിദാർ, പിന്നെ അതിൻ്റെ മേലെ പാൻറ്, ഷർട്ട്, ബനിയൻ, അങ്ങനെയൊക്കെ അങ്ങനെ ഓരോ സെക്ഷനായിട്ട് വെച്ച്. പിന്നെ ഇത് എല്ലാവരും ഉടുപ്പ്, ബനിയന്, അങ്ങനെ എല്ലായിടത്തൊന്നും ഒതുക്കി കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനി ഇതാണ് മെയിൻ പണി. നമ്മൾ അലക്കാട്ടിട്ടുണ്ട്. പിന്നെ എന്താ പണി, പിന്നെ മമ്മീനെ പഠിപ്പിക്കാനായിട്ട് ഇപ്പോൾ ഇത് പറഞ്ഞയച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ പണികളുണ്ട് കണ്ടോ. ഇതൊക്കെ ഇനി ഇതിൽ കൂടെ മടക്കി വെക്കാനുള്ള കളിക്കാനാ കണ്ടോ. ഇതൊക്കെ ചെറുതായിട്ട് കീറിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെപ്പിച്ചാണ് മൊത്തം. അപ്പൊ പഠിച്ചു കഴിഞ്ഞാ എഴുതി കഴിഞ്ഞ മൊത്തം ഫുള്ള് ബുക്കൊക്കട്ടെ എടുത്തിട്ടോ. എന്റെ ഫ്രണ്ട്സിലെ എടുക്ക് ബുക്ക് എടുക്ക്. അതല്ല പോട്ടെ. എവിടെ ഫുള്ള് കംപ്ലീറ്റ് ആക്കിയേക്കണ്? നോണയം ബക്കുറ
ഇല്ലല്ല കംപ്ലീറ്റ് ആക്കിട്ട് നീ പോയിക്കോ ചെല്ല് കംപ്ലീറ്റ് ആക്കിട്ട് പോയിക്കോ കംപ്ലീറ്റ് ആക്കിട്ട് പോയിക്കോ ഇന്ത്യന്ന് എന്തിനാ ഡീറ്റി വേണാ വേണഞ്ഞി കംപ്ലീറ്റ് ആക്കിട്ട് നീ കളിക്കാൻ പോയിക്കോ ചെല്ല്. ഇതാണ് മക്കളെ കൊടംപുളി കൊടംപുളി എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ ഇനി രാത്രികളത്തെ പണി എന്താണെന്ന് നമുക്ക് കാണാം കേട്ടോ. കൊടംപുളി വെച്ചിട്ടാണ് ഇവിടെ പരിപാടി. രാത്രി എന്താ പരിപാടി? പരിപാടി ഇതേ ഗൈസ്, കൊടംപുളി ഉണ്ടല്ലോ കാഞ്ചരാട്ടോ. ദേ ഈ കൊടംപുളി കഴുകിയിട്ട് ദേ ഇതെല്ലാവരും തിന്നും. എന്നിട്ട് ഉപ്പും ഇതൊക്കെ ഇട്ടിട്ട് എന്തോ ഒരു പുളിയാ. പൊതുവെ പുളിയൊന്നും ഇഷ്ടമല്ല. പുളിയാ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടവും. അപ്പോൾ ഈ കൊടംപുളി നല്ല പഴുത്തതാ. അപ്പം മഴ പെയ്തിട്ടല്ലേ, അപ്പോൾ ഇത് പൊട്ടിപ്പിച്ചതാ. മറ്റേ എന്നാതും വീണിട്ട് ഞങ്ങൾക്ക് മാത്രം കിട്ടൂല, ബാക്കി മുത്തമ്മവർക്ക് എല്ലാവർക്കും കിട്ടും ഞങ്ങളെ കൊടംപുളി വീണിട്ട്. ഇക്കാടെ പറമ്പിൻ്റെ അവിടെ നല്ലോണം കൊടംപുളി ഉണ്ടാവും. അപ്പോൾ ബാക്കി എല്ലാവർക്കും കുറേ, നാട്ടുകാർക്ക് എല്ലാവർക്കും കുറേ കിട്ടും. ഞങ്ങൾക്ക് കിട്ടാറില്ല, ഞങ്ങളാരും പറക്കാറില്ല. ഞാനാണ് പിന്നെയും ക്ലാസ് കഴിഞ്ഞവരെ അല്ലെങ്കിൽ പഠിക്കാൻ പോയി എങ്ങനെയൊക്കെ വരുമ്പോൾ ഞാനാണ് പറക്ക 1-2 ആയിട്ട്. രാവിലെ പുലർച്ചെ പോയി കഴിഞ്ഞാൽ കാണാൻ കവറിൽ നിറച്ചുമായിട്ട് ഓരോരുത്തർ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത് അവിടെ പപ്പടം പൊട്ടിച്ച് മേലൊക്കെ കൊണ്ടുവച്ചേക്കണം. അപ്പം അത് കൊടംപുളി അരിഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ ഉപ്പിടുക. എത്ര അധികം ഒന്നും ഇവിടെ ഉപ്പിട്ട് വെക്കലും കട്ടയിലൊന്നും കഴിഞ്ഞിട്ടില്ല, ആദ്യം ഇട്ടാണ് കേട്ടോ. അമ്മ കൊടംപുളി ആ ഭാഗത്തേക്കേ നോക്കാറില്ല. എന്ത് തോന്നിയിട്ടാണ് ഉമ്മ വാസേട്ടനും ഭാബി ഉമ്മൊക്കെ കൂടി പോയിട്ട് ഒരു കൊമ്പാണ്ട് കുലുക്കി. ആ കുലുക്കിയിൽ മാഷാ അല്ലാ കിട്ടി. കുറേയൊക്കെ നമുക്ക് എല്ലാവർക്കും പങ്കുവെച്ച് കൊടുത്ത്, ഫാമിലി വീട്ടീസ് അടുത്തുള്ളടത്തൊക്കെ പങ്കുവെച്ച്. ഇനി ബാക്കി ഇവിടെ ഉപ്പിടാൻ വേണ്ടിയിട്ട് ബക്കറ്റിൽ അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനിയും ഉണ്ട് ഞാൻ കാണിച്ചു തരാം. ഇനി ഇത് ഇങ്ങനത്തെ കേട്ടോ, പച്ച കേട്ടോ. അത് കവറിലെ ബക്കറ്റിലാണ് നമുക്ക് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. ഐ മീൻ ഇതേ ഈ ബക്കറ്റ് കണ്ടോ, ഇതൊക്കെ കൊടംപുളി ഉണ്ടായിരുന്നതാണ്. വെള്ളമായിട്ട് കണ്ടോ, മഴ പെയ്തോ എന്താണെന്നറിയില്ല. കണ്ടോ പച്ചയാണിത്. പക്ഷെ അത് വീണിട്ട് നിലത്ത് വീണിട്ടാണോ എന്താണെന്നറിയില്ല. കണ്ടില്ലേ പച്ചയാണ്. നോക്കുക പച്ച എന്ന് പറയാ, ഇടയ്ക്ക് പഴുത്തതുകൊണ്ട് അങ്ങനത്തെ ഇത്. ആ കൊമ്പ് കുലുക്കിയിൽ വീണത് അടിച്ച് പൊട്ടിച്ചിട്ട് ഇനിയുണ്ട് ഇഷ്ടം പറയാം. നാളെ രാവിലെ ഞാൻ അവിടെ പോയിട്ട് കാണിച്ചു തരാട്ടാ. ഇപ്പം ഇനി ഇതിൻ്റെ പണിയാണ് ഉമ്മാക്ക് ഡ്യൂട്ടി. എനിക്ക് ഡ്യൂട്ടി നാളത്തേക്ക് ഉപ്പേരിക്കുള്ളത് അരിഞ്ഞു വെക്കണം. അങ്ങനെ കുറച്ച് ഡ്യൂട്ടി ഉണ്ട്. ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് നാളത്തേക്കുള്ള. അങ്ങനെ ഞാൻ ഇതിന്നെ പാതിരാത്രി എണീപ്പിക്കാനുള്ള ഉറക്കണേ ഉറങ്ങുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, അവള് മയിരിപ്പിറ്റ നേരത്തെ കിടന്ന് ഉറങ്ങണതാ. ഇതിന്നെ നട്ടപ്പാതിരാത്രി ഞാൻ എണീക്കൊന്നുമില്ല, അവളും ഉമ്മയും കൂടിയിട്ടാണ് നടക്കലും കളിക്കലും പറയലൊക്കെ പാതിരാത്രി. അപ്പോൾ ഞാൻ ഇനി രാത്രി എന്താ ഡ്യൂട്ടി എന്ന് വെച്ചാലേ, നാളെ പോകുമ്പോഴേക്കും ആദ്യം സ്കൂളുണ്ട്, എന്നാക്ക് നഴ്സറിയുണ്ട്, എനിക്കും പോകണം. അപ്പോൾ ഞാൻ രാത്രി തന്നെ എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കും. എന്നിട്ട് ഉപ്പേരിക്ക് എന്നും വിചാരിക്കലുണ്ടെങ്കിൽ നടക്കാറൊന്നുമില്ല. അപ്പം ഇന്ന് ഉപ്പേരിക്ക് ബീട്രൂട്ട് ഉണ്ട്, അപ്പോൾ അത് കട്ട് ചെയ്യണം. റൈസ് കുക്കറിൽ കിടക്കണം നേരത്തെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നാളെ രാവിലെയൊക്കെ നല്ല ചൂടുള്ള ചോറാവും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ പിന്നെ പോകുമ്പോഴുള്ള ഡ്രസ്സ്, ആദ്യമേ ഡ്രസ്സ് അതൊക്കെ സെറ്റാക്കിയിട്ട് നമ്മുടെ ഹാങ്കറുമ്മ സെറ്റ് ചെയ്ത് വെക്കും. അതൊക്കെയാണ് ഇനി 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 ഇനിയുള്ള പരിപാടി. ഇതൊക്കെയാണ് കേട്ടോ. മനസ്സിലായോ വല്ലതും? പിന്നെ അതുപോലെ നമുക്ക് യൂട്യൂബിൽ കമൻറ്റിൽ കുറേ കമൻസ് വന്നിട്ടുണ്ട്. അതിന് റിപ്ലൈ ആയിട്ട് ഞാനൊരു വീഡിയോ ആയിട്ട് ഞാൻ നെക്സ്റ്റ് ടൈം എന്തായാലും വരുന്നതായിരിക്കും. അപ്പോൾ ഇനി രാത്രിക്കൽ ഇനി എന്ത് ചെയ്യണം? ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്, അത് കഴിക്കണം. ചപ്പാത്തിയും പിന്നെ നല്ല മീൻ പൊരിച്ചതുണ്ട്, മീൻ കറി ഉണ്ട്, സാമ്പാറുണ്ട്. അപ്പം അതിൽ മീൻ കറി മാത്രം, സാമ്പാർ വേണ്ട, സാമ്പാറിൽ കഷ്ണങ്ങൾ മാത്രം. അപ്പോൾ ഇനി ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാം സെറ്റാക്കിയിട്ട് കിടന്നുറങ്ങാം. അപ്പോൾ നമുക്ക് നാളെ കാണാം. ബൈ ബൈ. See you. Bye. See you.